എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇപ്പം എന്നെ കുറിച്ച് പറയുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ആരുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ നിയാദിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ഞാനെന്ന് പറഞ്ഞാൽ അഡോപ്റ്റഡ് ചൈൽഡാണ്. എന്നെ എടുത്തു വളർത്തിയതാണ്, കൊച്ചിലെ എന്നെ എടുത്തു വളർത്തിയതാണ്. ഞാൻ ഇതറിയണ എൻ്റെ ഒരു 24-ാമത്തെ വയസ്സ്, 24 അല്ല, ഒരു 23 വയസ്സായ സമയത്താണ് ഞാൻ ഇത് അറിയണത്. ഒരു 3 വർഷം മുമ്പ് ആ സമയത്താണ് ഞാൻ ഇത് അറിയണത്, ഈ ഒരു കാര്യം അറിയണത്. പിന്നെ ഞാൻ എന്തോന്നു ആ സമയത്ത് ഞാൻ അറിയേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 23 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എന്തൊക്കെയോ ഞാൻ ഇങ്ങനെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾക്ക് ഇത് ആർക്കും അറിയില്ലായിരുന്നല്ലോ. ഞാൻ ഇവിടെ അഡോപ്റ്റഡ് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞ വേറെ ആർക്കും ഞാൻ ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല, വേറെ ആർക്കും ഇത് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു 23 വയസ്സ് ആ ഒരു പ്രായമുള്ള സമയത്താണ് ഞാൻ അറിയണത്. കൊച്ചിലോട്ട് ഇതിനു മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് വളർന്നു വരായിരുന്നു. അപ്പം പെട്ടെന്ന് പിന്നെ ആ ഒരു സമയത്ത് അറിഞ്ഞപ്പോഴത്തേക്ക് അത്രയും നാൾ നമ്മൾ എന്തോന്ന് അച്ഛൻ അമ്മ അല്ലെങ്കിൽ വീട്ടുകാർ ബന്ധുക്കൾ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു സിറ്റുവേഷനിൽ അവരൊന്നും നമ്മളെ ആരും അല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടായി പോയി. ഒരു വർഷം ഞാൻ ഇത് അറിഞ്ഞതിന് ശേഷം ഒരു വർഷം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. പുറത്തു പോയിട്ട് കൂട്ടുകാരന്മാരെ അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ ഒന്നും ഫേസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇത് മാറാൻ വേണ്ടിയിട്ടൊന്നല്ല, അത്രയും ഞാൻ പിന്നെ കുറേ പേര് ഇങ്ങനെ എല്ലാവരും നോട്ടോ ഒരുമാതിരി കളിയാക്കൾ അങ്ങനെയൊക്കെ ഉള്ള നോട്ടമൊക്കെ കുറേ പേരുണ്ടായിരുന്നു. കുറേ കുടുംബക്കാരൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ 23 വർഷം ഞാൻ ഇത് അറിയണത് വരെ എന്നെ ആരും സങ്കടപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെ അത്രയും ഇതായിട്ടാണ് എൻ്റെ വീട്ടുകാർ അവർ നോക്കിയത്. വീട്ടിൽ അവർക്ക് സ്വന്തമായിട്ട് മൂത്ത മോനുണ്ട്, എൻ്റെ ഒരു ചേട്ടനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ എടുത്ത് വളർത്തിയത്. എന്നെ കൊച്ചിന് എനിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയത്. പിന്നെ അതിനുശേഷം അതിനുശേഷം ഞാൻ പുറത്തോട്ട് പോയി. ഇതെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവരെന്നെ പുറത്തോട്ട് വിട്ട് ദുബായിലോട്ട് വിട്ട്. അവിടെ പോയി നിന്നിട്ടും ജോലിക്ക് പോയിട്ട് എന്നെ കൊണ്ട് അവിടെ ജോലി ചെയ്യാനൊന്നും പറ്റിയില്ല. ഈ ഒരു ഡിപ്രഷൻ അടിച്ചിട്ടുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു വന്നിട്ട് വീട്ടിൽ നിൽക്കാനും എന്നെ കൊണ്ട് പറ്റിയില്ല. എനിക്ക് വീട്ടിൽ നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വീട്ടിൽ നിൽക്കാനും എന്നെ കൊണ്ട് പറ്റിയില്ല. എല്ലാവരെയും കാണുമ്പോൾ ഒരാൾക്കാർ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നമ്മളെ നോക്കി നടന്ന് വെറുതെ ചിരിക്കണായിരിക്കും. അത്രയും നാൾ ചിരിച്ചതാണെങ്കിൽ ചിരിക്കുമ്പോഴായിരിക്കും, പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്ക് ആ ചിരിയൊക്കെ വേറൊരു രീതിയിൽ കളിയാക്കി ചിരിക്കുന്നതാണോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ, അങ്ങനെയൊക്കെ ഒരു സാധനം വരാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്യണമെന്ന് പിന്നെ വേറെ അറിഞ്ഞുകൂടായിരുന്നു. എന്താണ് അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ല. വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്